ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ചില ആളുകൾ പറയും ചില കാര്യങ്ങൾ മാത്രമേ വർക്ക് ചെയ്യുന്നു. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാത്രം വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ശ്രീ ഇബ്രാഹിം എന്ന് പറയുന്നുണ്ട്. ആബിദ അബ്ബാസ്. ഇപ്പോൾ കുറെ ആളുകൾക്ക് വർക്ക് ചെയ്യാത്ത ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാ വെച്ചാല് നമ്മുടെ പുറം ലോകത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ, അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ, അത് നിങ്ങളുടെ ആന്തരികമായ ലോകത്ത് നിങ്ങളുടെ ഉള്ളിൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് നടക്കാത്തത് കൊണ്ടാണ് പുറമേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിനി ഇന്നൊരു പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ്, ഒരു 1 മന്ത് നമുക്ക് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ, നിങ്ങൾക്ക് ഇനി ഇതിനെ കുറിച്ചൊരു ഡൗട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാതിരിക്കാനോ പാടില്ല. അപ്പം ക്ലിയർ ആയിട്ട് നമുക്ക് ഗോളുകൾ എഴുതി വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി പോവാം. ഇപ്പം എല്ലാവരും ഒരു 10 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് നേടിയെടുക്കേണ്ട 10 കാര്യങ്ങൾ എഴുതി വെക്കുക. ഇപ്പൊ തന്നെ നോട്ട് പാഡ് എടുക്കുക, അതിൽ 10 കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. സൗണ്ട് കുറവുണ്ടോ? ഇല്ല ഇല്ല, സൗണ്ട് ആ, ആരോ പറയുന്നുണ്ട് സൗണ്ട് കുറവാണ്. സാർ നമ്മൾ എഴുതിയ കണ്ടിന് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു തരും സാറേ. സാർ മ്യൂട്ടാണ്. സാർ സൗണ്ട് ഒന്നും ഇല്ല. സോറി സോറി. അതായത് നമുക്ക് ചെറിയ കാര്യങ്ങൾ എഴുതി വെക്കാം. അതായത് ഇപ്പോൾ ജോബിന്റെ കാര്യം, ചില ആളുകൾക്ക് ജോബ് ഉണ്ടാവില്ല, ജോബ് സെർച്ച് ചെയ്യുന്നവരുണ്ടാവും. ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻസെന്റീവ് കൂടുതലായിട്ട് കിട്ടാൻ, അല്ലെങ്കിൽ വർക്ക് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പോൾ വലിയ കാര്യങ്ങൾ എഴുതി വെക്കരുത്. ഒരു മാസം കൊണ്ട് പിന്നെ കാറ് മേടിക്കണം അല്ലെങ്കിൽ വലിയ വീട് വെക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും എഴുതരുത്. അപ്പൊ നിങ്ങൾക്ക് അധികം വർക്ക് ചെയ്യാത്ത എന്താ വെച്ചാല് വലിയ കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കും, വലിയ ഗോളുകൾ. സൗണ്ട് ഇല്ല. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെയാണ്. വോയിസ് ഓക്കെ ആണല്ലോ സാറേ? ആ ഓക്കെ ഓക്കെ. ഇപ്പൊ ആരും അപ്പോൾ കേൾക്കാത്തവരൊന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. നിങ്ങളെ ഫോണോ അല്ലെങ്കിൽ ലാപ്പിലാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അബിത മാം ക്ലിയർ ആയോ? എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന്? അപ്പൊ സാറ് പറഞ്ഞപ്പോ സൗണ്ട് ഇല്ലായിട്ട് കേട്ടില്ല ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഓക്കെ, ചെറിയ കാര്യങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ആ ആ ആ മാം എന്നെ പറഞ്ഞിട്ടുണ്ട് മുൻപ്, സൈക്കോളജിയുടെ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ, ആ അത് സക്സസ് ആക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ ചെറിയ കാര്യങ്ങൾ കേട്ടോ. ആ ആ വലിയ കാര്യങ്ങൾ എഴുതി വെക്കരുത്. വലിയ കാര്യങ്ങൾ എഴുതി വെക്കുമ്പോഴാണ് പല ആളുകൾക്കും നടക്കാതെ വരുന്നത്. അതിനൊക്കെ അതിൻ്റെതായ കുറച്ച് സമയം എടുക്കും. കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ലോ ഓഫ് അട്രാക്ഷൻ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പിന്നെ അത് ഇട്ടിട്ട് പോകും. നമുക്ക് 1 മന്ത് കൊണ്ട് നേടാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി.
സൗമ്യ മാം എഴുതുന്നില്ലേ? ഓക്കെ. സാറ് നമുക്ക് മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ലേ? മക്കളുടെ എന്ത് കാര്യമായിരുന്നു? മക്കളുടെ ജോലിന്റെ കാര്യം. എഴുതാം. അതൊക്കെ ക്ലിയർ ആവണമെങ്കിൽ നമ്മുടെ എനർജി ആദ്യം റെഡി ആവണം. ഉം. അതിൽ നമുക്ക് സംശയം വരാൻ പാടില്ല. അത് കിട്ടും എന്നുള്ള വിശ്വാസം തന്നെ നമുക്ക് ഉണ്ടാവണം. കഴിഞ്ഞോ? കഴിഞ്ഞവര് ഒന്ന് ഡൺ കമന്റ് ചെയ്യാം കേട്ടോ. ഇപ്പോ ഏകദേശം എല്ലാവർക്കും കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്കിനി ചെയ്യേണ്ട കാര്യം അതിലൊരു ക്വസ്റ്റ്യൻ എടുക്കുക. അതായത് സോറി, ഇത് ഒരു ആഗ്രഹം നിങ്ങൾ എടുത്ത് മാറ്റി എഴുതി വെക്കുക. അതിലേതെങ്കിലും ഒന്ന്. എഴുതിയില്ലേ?
എന്നിട്ട് അതിന്റെ താഴെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ ഓരോ ഗോളുകളും എഴുതി വെച്ചിട്ട്, ഇതിപ്പോ ഒന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ ഫൊർഗീവ്നെസ്, സെൽഫ് ലവ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം അഫോർമേഷൻ എന്ന് പറയും. അതായത് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് അതിനുള്ള ആൻസർ കിട്ടുക. നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ മൈൻഡിന്റെ ഭാഷ എന്ന് പറയുന്നത് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ടുകളും ഇമേജുകളാണ് അല്ലെ. നമ്മൾ സാറിന്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ, നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്റെ സമ്പത്ത് ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ നമുക്ക് എപ്പോഴും പറയുന്നതാണ്, എനിക്ക് സമ്പത്തില്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കടം ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്, ദൈവം എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തരുന്നത്? അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ ഇന്ന് മുതൽ അത് മാറ്റാൻ പോവാണ്. നമ്മളവിടെ നെഗറ്റീവ് ചോദ്യങ്ങൾ മാറ്റിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, അതായത് ദിവസവും എൻ്റെ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ കിട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ ഞാൻ ആഗ്രഹിച്ച കാറ് മേടിക്കാൻ, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാറും എനിക്ക് എങ്ങനെയാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്? അപ്പൊ അതിന്റെ താഴെ എനിക്ക് സമ്പത്തുള്ളത് കൊണ്ട്, എനിക്ക് നല്ല ജോബ് ഉള്ളത് കൊണ്ട്, എനിക്ക് സ്ഥിരമായൊരു വരുമാനം ഉള്ളത് കൊണ്ട്, അതിന്റെ താഴെ എഴുതി വെക്കുക. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അതായത് ഞാൻ ആഗ്രഹിച്ച കാറ് മേടിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? അതിന്റെ താഴെ എഴുതുക. ഒരുപാട് ആൻസർ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. അത് നമ്മൾ പഠനത്തിനെ പറ്റിയിട്ട് എങ്ങനെ ചെയ്യും സാറേ? കേട്ടില്ല, വോയിസ് കട്ടായി പോയി. ആരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? അത് നമ്മൾ പഠനത്തിനെ പറ്റിയിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ അതിതാ. എഴുതാം. അതായത് ഓക്കെ, എനിക്ക് നന്നായി പഠിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പൊ അവിടെ എഴുതാം, എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അവിടൊക്കെ ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് അപ്പൊ നിങ്ങളോട് തന്നെ ചോദിക്കുക. ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ കിട്ടും. എങ്ങനെയാണ്? ചിലപ്പോൾ നമുക്ക് ഒരുപാട് കഴിവുണ്ടാവും. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശരീരത്തിലെ നമ്മളെ രോഗത്തിനാണെങ്കിലോ? എൻ്റെ ആരോഗ്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ അല്ലേ ഇപ്പൊ എഴുതുന്നത്? അതെ. അതോ 10 എഴുതുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ഗോൾ എടുത്തിട്ട് അതിന് എഴുതുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ടാവും. അപ്പൊ അതൊന്നും തീരില്ല. അപ്പൊ നിങ്ങൾ ഒന്നെടുത്തിട്ട് കുറച്ച് എഴുതിയാൽ മതി, ബാക്കി നിങ്ങൾ പിന്നീട് ചെയ്താൽ മതി കേട്ടോ.
ഒരു ക്വസ്റ്റ്യൻ മാത്രം വേണ്ടോ? 2-3 ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ ഉണ്ടായിക്കൂടെ? എങ്ങനെയാണ്, എന്തുകൊണ്ട്, എപ്പോൾ? എത്ര എഴുതാം ക്വസ്റ്റ്യൻ അതെ, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, എത്ര എഴുതാം. എന്താണ് എഴുതുന്നത്? ഞാൻ സ്റ്റാർട്ടിങ് നോക്കില്ല. എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? സാറേ 10 ആഗ്രഹങ്ങൾ എഴുതി. ഒന്നിന് മാത്രം ഉം. നമ്മളിപ്പം നമ്മൾ ആഗ്രഹം എങ്ങനെ സഫലമാക്കണം എന്നും എഴുതി. അതുപോലെ മറ്റേ എല്ലാം ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞാ മതിയോ? പറഞ്ഞാ പോരെ, എഴുതണം. നിങ്ങൾ എഴുതി വെക്കണം. എഴുതണം. എഴുതി ഡെയിലി അത് ഓരോ പറയണം. പ്രാവശ്യം എഴുതിയാ മതിയോ? അതെ, ഓരോ പ്രാവശ്യത്തിലും നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ കിട്ടും അത്രത്തോളം എഴുതാം. ആ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും ഇപ്പൊ ഇല്ല, ഇത് വർക്ക് ചെയ്യുന്നില്ല, നടക്കുന്നില്ല, ഇല്ലാത്തതിനെ കുറിച്ചല്ലേ. അപ്പൊ അത് അതെ. നമ്മുടെ അഫർമേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് തോട്ട്സുകൾ മാറ്റാനുള്ള ടെക്നിക്കുകളാണ്, ഓരോ ടൂളുകൾ. ആ. അത് മാറ്റാൻ നമ്മൾ ചിന്തകൾ ഇന്നു മുതൽ മാറ്റാൻ വേണ്ടിയിട്ടാണ്, ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത്. ഇനി ആർക്കും ഇതിലൊരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല, എന്തുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യുന്നില്ല, ചില കാര്യങ്ങൾ മാത്രം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ചില ആളുകൾക്ക് മാത്രം ഇത് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. സർ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഒന്നും കൂടി സമ്മറൈസ് ചെയ്ത് തരുമോ? ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാവും അല്ലെ. ഇപ്പൊ പല ആളുകളും പല ആഗ്രഹങ്ങളും പറയാറുണ്ട്, എനിക്കത് വേണം, കാറ് വേണം, വീട് വേണം, പല ആഗ്രഹങ്ങളും. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ പൗലോ കൊയ്ലോയുടെ ഒരു ബുക്കിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിയായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ ഈ യൂണിവേഴ്സ് തന്നെ ഗൂഢാലോചന നടത്തുമെന്ന് പറയുന്നു. കേട്ടിട്ടുണ്ടാവും, ഇത് അധികം കോട്ടുകളും വരാറുണ്ട്, സിനിമകളിലും കേട്ടിട്ടുണ്ടാവും, പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിച്ചു തരും. അതിന് ഒരുപാട് സ്റ്റെപ്പുകൾ, നമ്മൾ ചുമ്മാ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞുതരും, എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. ആദ്യം ഈ ഒരു എന്തെങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സർ, നമ്മളൊരു ഡേറ്റിന് ഇന്ന ഒരു പൊസിഷനിൽ എത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനെ കുറിച്ച് ആഗ്രഹിക്കുകയാണെങ്കിൽ അതാവാൻ വേണ്ടിയിട്ട് എന്താണ് ഇപ്പൊ അട്രാക്ട് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഹലോ സാറേ, പറഞ്ഞോളൂ. നമ്മൾക്കെല്ലാം നമ്മളെ കുടുംബാംഗങ്ങൾക്കെല്ലാം അതേപോലെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റൂല. കാരണം എന്റെ ഭാര്യക്ക് ആരോഗ്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. നമുക്ക് തന്നെ പറയാം അല്ലേ? അതെ അതെ, എല്ലാത്തിനും നമുക്ക് ഇത് യൂസ് ചെയ്യാം. സർ 10 ആഗ്രഹങ്ങൾ എഴുതി. ഇനി എന്താ പറഞ്ഞത്? കുറച്ച് അതായത് അതിലുള്ള ഒരു ആഗ്രഹം എടുക്കുക, അതായത് നിങ്ങളൊരു ഗോൾ എടുക്കുക, നിങ്ങൾക്കൊരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. അപ്പൊ അത് അത് മാറ്റി എഴുതിയിട്ട് അതിന്റെ താഴെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അതായത് ആ ആഗ്രഹം എന്നിലേക്ക് വന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ആഗ്രഹം എനിക്ക് നേടാൻ കഴിഞ്ഞത് എങ്ങനെയാണ്, അത് എഴുതുക. എന്നിട്ട് അതിന് താഴെ അതിന്റെ ആൻസർ എഴുതുക. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആൻസർ കിട്ടും. ഇതുവരെ നമ്മൾ ഒരുപാട് ബ്ലോക്കുകളായിരുന്നു, ഇത് കിട്ടില്ല, നടക്കില്ല എന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് മാറിയിട്ട് നമുക്ക് സാധ്യതകൾ മാത്രമാണ് ഇനി കാണാൻ. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. എന്നിട്ട് അതോടെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളിപ്പോൾ ഒന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് പോകുന്നുണ്ട്. എന്നിട്ട് പിന്നീട് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ ബാക്കിയുള്ള
9 എണ്ണത്തിന്റെ സാറേ ഈ ക്ലാസിന്റെ റെക്കോർഡ് ഉണ്ടായിരിക്കൂലേ? ചെയ്യുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞോ? എല്ലാത്തിന്റെ എഴുതണ്ട കേട്ടോ, ഒന്ന് മാത്രം എഴുതിയാൽ മതിയെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 കാര്യങ്ങൾ ക്ലിയർ ആവണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം വരുന്നത് നിങ്ങൾക്കിപ്പോ നമ്മളൊരു ഗോള്, ഒരു 10 കാര്യങ്ങൾ എഴുതി വെച്ചു, ആഗ്രഹങ്ങൾ എഴുതി വെച്ചു. ഇനി നമ്മൾ യൂണിവേഴ്സിനോട് അത് ചോദിക്കുക എന്നുള്ളത്. നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക എന്നുള്ളതാണ്. ഞാൻ ആഗ്രഹിച്ച വീട്, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാർ, അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോബ് ഇത്ര ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവണം. നിങ്ങളുടെ ഗോളുകൾ എപ്പോഴും ക്ലിയർ ആവണം. അത് ഒന്ന് തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് അതിങ്ങനെ മാറ്റി കളിച്ചുകൊണ്ടിരിക്കരുത്. ചില ആളുകൾക്ക് നടക്കാതെ വരുന്നതും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് ഇന്നൊരു ആഗ്രഹം ഉണ്ടാവും, ഇത് കിട്ടിയാൽ കൊള്ളാം, അത് ആഗ്രഹങ്ങൾ മാത്രമായിരിക്കും. പിന്നെ നാളെ വേറെ കാണുമ്പോൾ അതും കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഗോള് ക്ലിയർ ആയിരിക്കണം എപ്പോഴും, അതിനൊരു ക്ലാരിറ്റി വേണം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ബിലീഫാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനൊരു വിശ്വാസം വേണം. നിങ്ങൾ എഴുതി വെച്ചു, നടക്കുമോ, നടക്കാതെ വരെ കിട്ടുമോ, അങ്ങനെ ഡൗട്ട് ഉണ്ടാകും. നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഓരോ കാര്യങ്ങളും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹങ്ങൾ എന്താണോ അത് ക്ലിയർ ആവണം. അത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തെറ്റായിട്ട്, ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് വരുന്നത്. നമ്മുടെ മൈൻഡിനെ അത് സത്യം എന്താണ്, അതുപോലെ കള്ളം എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവില്ല. നിങ്ങൾ എന്ത് ചിന്തകളാണോ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നത്, അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ. പല ആളുകളും പറയാറില്ല എപ്പോഴും കഷ്ടപ്പാടാണ്. അപ്പോൾ ഈ കഷ്ടപ്പാടെന്ന് പറയുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മുടെ കൂടെയുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്, മറ്റുള്ളവർക്കൊക്കെ ചില ആളുകൾ ആണ്, അവരാഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് മാത്രം അത് നേടാൻ കഴിയുന്നില്ല? അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പുറം ലോകം മാറണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ മാറണം. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെപ്പോഴും അതിനൊരു ക്ലാരിറ്റി വേണം. നിങ്ങൾക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ള വിശ്വാസം വേണം. ആദ്യം വേണ്ടത് യൂണിവേഴ്സിനോട് ചോദിക്കുക എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ള വിശ്വാസം, അത് ഉറച്ച വിശ്വാസം വേണം. പിന്നീട് അത് നിങ്ങൾക്കിത് ഒരു കാര്യം എടുത്ത് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, അഫർമേഷൻ എഴുതി ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്കത് നേടാൻ പറ്റിയിട്ടില്ല, പിന്നീട് അത് മാറ്റിയിട്ട് ഇത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് വേറെ എടുക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു ഗോളോ അല്ലെങ്കിൽ 10 ഗോളാണെങ്കിൽ അത് അവിടെ എഴുതി വെച്ചിട്ട് അതിന് വേണ്ട പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്യാം. അതിന്റെ സമയമാകുമ്പോൾ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എപ്പോ നിങ്ങളൊരു കാര്യം ഇപ്പൊ ചോദിച്ചാലും അത് തരാനുള്ള പവർ ഈ യൂണിവേഴ്സിനുണ്ട്. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാല് അത് നമ്മുടെ എനർജി, നമ്മുടെ ഫ്രീക്വൻസി കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കറക്റ്റ് അല്ലാത്തതുകൊണ്ട്. നിങ്ങളിപ്പോ എനർജി എന്ന് പറയുന്നത് ഇപ്പോ പറയാം, നിങ്ങളുടെ ഫ്രീക്വൻസി മാച്ച് ആയതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത് അല്ലെ? നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒന്ന് റെഡി ആവണം, എൻ്റെ ഡെയിലി റൊട്ടീൻ ഒന്നും ക്ലിയർ അല്ല, അതൊന്ന് ക്ലിയർ ആക്കണം. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇവിടെ എന്താ വേണ്ടേ? ഷാഫി ഇൻസ്പയേഴ്സിന് വേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യണം, ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഫ്രീ ആയിട്ട് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഒരുപാട് ആളുകൾ വരണം. അപ്പൊ ആ ഒരു ഫ്രീക്വൻസി, നമ്മുടെ ആ ചിന്തകള്, നമ്മുടെ ആഗ്രഹങ്ങള് അത് ഈ യൂണിവേഴ്സിലേക്ക് പോയി അത് മാച്ച് ആയിട്ട് നിങ്ങളെപ്പോഴാണ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ആഡ് കാണുന്നത്. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്തു, ഇതിലേക്ക് വന്നു. അപ്പൊ നിങ്ങളുടെ ഫ്രീക്വൻസി നമ്മുടെ ഫ്രീക്വൻസി മാച്ച് ആയതുകൊണ്ട് നിങ്ങളുടെ അവിടെ പ്രശ്നങ്ങളാണ്, പക്ഷെ നമ്മുടെ ഇവിടെ സൊല്യൂഷൻ ആണ്. പക്ഷെ ഏകദേശം അത്
മാച്ച് ആയതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ഫ്രീക്വൻസിയും എപ്പോഴാണോ ക്ലിയർ ആവുന്നത് ആ ഒരു സമയത്ത് ഈ യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അത് ഇപ്പോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് എത്തിച്ചു തരാനുള്ള കഴിവ് യൂണിവേഴ്സിനുണ്ട്. പറഞ്ഞില്ലേ, നിങ്ങളുടെ എനർജിയിൽ മാറ്റം വരുമ്പോഴാണ്, നിങ്ങളുടെ വിശ്വാസം ഇല്ലാതാവുന്ന സമയത്താണ് നിങ്ങൾക്കിത് കിട്ടാതാവുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി വേണം, ക്ലിയർ ആവണം. എന്നിട്ട് അത് കിട്ടും എന്നുള്ള വിശ്വാസം. അത് എന്ന് കിട്ടും, എപ്പോ കിട്ടും, എങ്ങനെ കിട്ടും, അവിടെ ഒന്നും ലോ ഓഫ് അട്രാക്ഷനിൽ ചോദ്യമല്ല. നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് പല ആളുകളിലൂടെ, പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ആളായിരിക്കില്ല നിങ്ങളെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരുന്നത്. ചിലപ്പം വേറെ ആളുകളായിരിക്കും, നിങ്ങൾ പോലും അറിയാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ആ ഒരു ആക്ഷൻ അല്ലാതെ ആസ്ക്, പിന്നീട് ബിലീഫ്, പിന്നീട് വരേണ്ട കാര്യം ഫീലിങ്സ് ആണ്. അത് നിങ്ങൾക്ക് അത് കിട്ടിയാൽ, അതിപ്പോ നിങ്ങൾ ഈ ആഗ്രഹിച്ച ഒരു ഗോൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഒരു സ്വപ്നമുണ്ട്, അത് കിട്ടിയാലുള്ള ഫീൽ ഉണ്ടല്ലോ, എന്തായിരിക്കും? നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാറ് മേടിച്ച് അല്ലെങ്കിൽ ഒരു വീട് വെച്ച് നിങ്ങളുടെ ഉള്ളിൽ എന്തായിരിക്കും ആ ഫീല്? ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ലേ? ഹാപ്പി. ഓക്കെ. ആ ഒരു ഫീല് നിങ്ങളുടെ ഈ ഒരു ഗോള് എഴുതി വെക്കുമ്പോൾ, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് വരെ നിങ്ങളുടെ ഉള്ളിൽ ആ ഫീൽ ഉണ്ടാവണം. മനസ്സിലായോ? നമുക്ക് എപ്പോഴും പെട്ടെന്ന് വർക്ക് ചെയ്യാനുള്ള നമുക്ക് ഫീൽ ഉണ്ടാവും. നമുക്ക് എന്തുകൊണ്ട് നെഗറ്റീവ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അതിൽ ഫീലിങ്സ് കൂടുതലാണ് അല്ലെ. എനിക്കത് നടക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളും പറയുന്നത്, എല്ലാവരോടും പറയുന്നത് എന്താ, എനിക്കിത് നടക്കുന്നില്ല. അത്രയും ഫീലോട് കൂടിയാണ്. ചില ആളുകൾ കരഞ്ഞിട്ടൊക്കെ അത്രയും സങ്കടപ്പെട്ടിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതിന് ഫീലിങ്സ് കൂടുതലാണ്. അപ്പൊ അത് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ പ്രശ്നമുള്ള ആളുകളായിരിക്കും. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അടുത്ത ആൾ പറയും എനിക്കുണ്ട് ഇതേ പ്രശ്നം. രണ്ടാളും പിന്നെ പ്രശ്നങ്ങൾ പറഞ്ഞ് അങ്ങനെ പോകും അല്ലേ. അപ്പൊ നിങ്ങളുടെ ഫീലിങ്സ് അത്രയും നല്ല ഫീലിംഗ് ആയിരിക്കണം. നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്, അതേപോലെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ ആ ഫീലിങ്സ് ഉണ്ടാവാം. ഓക്കെ. അടുത്ത വരുന്നത് ചിന്തകളാണ്, തോട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തന്നെ ചിന്തകൾ ഉണ്ടാവണം. പല കാര്യങ്ങളും മാറി, നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും മാറ്റി മാറ്റി എഴുതരുത്. ഒരു ഗോള് ഇന്നൊരു ഗോളായി കഴിഞ്ഞാൽ നാളെ വേറൊരു ഗോളും വേറെ ആഗ്രഹങ്ങളും ആവരുത്. നിങ്ങൾക്ക് ഇന്ന് എഴുതി വെച്ച കാര്യങ്ങൾ അത് തന്നെ ആയിരിക്കണം. അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ചിന്തകൾ. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോഴും അഫർമേഷൻ എഴുതുമ്പോഴും എല്ലാം ഈ ചിന്തകളായിരിക്കണം. അഫർമേഷൻ ആയാലും അപ്പൊ നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചു, ഇത് നമുക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം വന്നു. അതുപോലെ നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഫീലിംഗ്, അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അതേപോലെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തകൾ വന്നു കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? ഇത് മാത്രം ഉണ്ടായ കാര്യങ്ങൾ നടക്കില്ലല്ലോ അല്ലേ. നമ്മളിങ്ങനെ യൂണിവേഴ്സിനോട് എനിക്ക് ഇന്ന ആഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നാൽ ഈ കാര്യങ്ങൾ നടക്കില്ല അല്ലേ. അതിന് ആക്ഷനും കൂടെ വേണം. അതായത് ഇപ്പൊ നിങ്ങളൊരു കാറ് മേടിക്കണം അല്ലെങ്കിൽ ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം, വേണ്ടേ? അതായത് ഇപ്പൊ ഒരു കാറ് മേടിക്കണം, നിങ്ങൾ ആഗ്രഹിച്ച കാറാണെങ്കിൽ അതിന്റെ ഷോറൂമിൽ പോയിട്ട് അതിന്റെ നിങ്ങളെ ഇഷ്ടപ്പെട്ട കളറുള്ള കാർ അവിടെ ഉണ്ടോ, അതിന്റെ EMI എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ ഇത് വീട്ടിലേക്ക് എത്തിച്ചു തരില്ല. നിങ്ങൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ആക്ഷൻ. പല ആളുകളും എഴുതി വെക്കും, ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കും, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും, അഫർമേഷൻ എഴുതും, പക്ഷെ ആക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ പണിയെടുക്കണം, അതിനിറങ്ങി പണിയെടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സാർ ഒരു ഡൗട്ട് വെച്ചു. ഓക്കെ, ചോദിച്ചോളൂ. നമ്മളിപ്പോ ഒരു കാര്യം തന്നെ ഇപ്പൊ 10 കാര്യങ്ങൾ എഴുതി വെച്ചു.
അപ്പൊ അതില് ഫസ്റ്റിലെ ഒരു കാര്യം നേടിക്കഴിഞ്ഞതിന് ശേഷമല്ലേ അടുത്തൊരു കാര്യം എടുക്കാൻ പാടുള്ളൂ, അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെ പാടുള്ളൂ ഒന്നൊന്നുമില്ല. നമുക്ക് ആ എത്ര കാര്യങ്ങൾ അതാണ് എനിക്ക് ക്ലിയർ ആകാത്തത്. ഒരു സമയം പല കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എത്ര ഗോളുകളും എഴുതിയേക്ക്. നമ്മൾ അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും എഴുതും അല്ലേ. എനിക്ക് കാറ് കിട്ടിയതിന്, ആ വീട്ടിൽ നല്ല ആഗ്രഹം അല്ല, നല്ല നല്ല ആരോഗ്യം കിട്ടിയതിന്, അതിനൊക്കെ നമ്മൾ എഴുതില്ലേ. നിങ്ങൾ ഈ ആ പറയുന്ന എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളിപ്പോ ആ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് ആ നേടിത്തരാൻ വേണ്ടിയുള്ള വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ ആ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആ എനിക്ക് ഇന്ന കാര്യം വേണം ആ എന്നിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളിലേക്ക് അത് എത്തിച്ചു തരാനുള്ളത്. യൂണിവേഴ്സ് അവിടെ പണി തുടങ്ങി. ഇനി ബാക്കി നിങ്ങൾ റെഡി ആയാൽ മതി. ഇനി ആ എത്ര കാര്യങ്ങളും എഴുതാം. നിങ്ങൾക്ക് 100, 200, 500 എത്ര അല്ലെ, എഴുതാം. ഡൗട്ട് എനിക്ക് വന്നത് നമ്മൾ ഒന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ അടുത്ത പിന്നെ അങ്ങനെ എഴുതാം. ഇതിന് അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറ്റുള്ളൂ? അങ്ങനെ എഴുതാം. ഇനി നിങ്ങൾക്ക് ഒരു ഗോൾ തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് നേടണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എഴുതി വെക്കാം. അത് മാത്രം എഴുതാം. ഈ കാര്യം എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഒരു 10 എണ്ണത്തിനുള്ളത് നമുക്ക് ഒരു ദിവസം ചെയ്യാം. എങ്ങനെ കേട്ടില്ല? ഇപ്പൊ 10 കാര്യങ്ങൾ നേടാനുള്ളത് നമുക്ക് ഒരു ദിവസം തന്നെ ചെയ്യാം. അതാ ഞാൻ ചോദിക്കുന്നത്, ഒരു അങ്ങനെ ദിവസം തന്നെ ചെയ്യാം. ചെയ്യാമോ? അല്ലെങ്കിൽ നിങ്ങൾ മാം പറഞ്ഞ പോലെ ഓക്കെ. ഒരു ഗോൾ എഴുതി വെച്ചിട്ട് അത് അച്ചീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഇതിൽ എങ്ങനെ കിട്ടും, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇത്ര എണ്ണം എഴുതി വെച്ചു, ഇത് എങ്ങനെ കിട്ടും, എപ്പോ കിട്ടും, അങ്ങനൊന്നും ഡൗട്ട് ഉണ്ടാവരുത്. നിങ്ങൾക്കിത് കിട്ടും. ആ ഒരു വിശ്വാസമാണ് അവിടെ വേണ്ടത്. എല്ലാം വിശ്വാസമാണ്. ഞാനിത് എഴുതി വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഗോള് എനിക്ക് കിട്ടും എന്നുള്ള ആ വിശ്വാസം നിങ്ങൾക്ക് വേണം. ബാക്കി ഞാൻ പറഞ്ഞ പോലെ ആക്ഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ അവസാനം പറഞ്ഞ ആക്ഷനാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, സെൽഫ് ലവ്, ഈ പ്രാക്ടീസ് ഒക്കെ. അതുപോലെ ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും, ഒരുപാട് ഡൗട്ട് വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഴുത്ത് നിർത്തിക്കൂടെ? കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. നമുക്ക് പിന്നെ അടുത്ത ഗോളിലേക്ക് പോവാം. ഓക്കെ. ഇത് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അത് കിട്ടിയാലുള്ള ഫീല് അത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. ഇപ്പൊ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലേ, അവർക്ക് പെട്ടെന്ന് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ, അവർ ചോദിച്ച കാര്യങ്ങൾ നമ്മൾ അപ്പം മേടിച്ചു കൊടുക്കില്ലേ. പിന്നെ അത് അവർ കിട്ടിക്കഴിഞ്ഞാൽ അത് അവരതിനെ സ്നേഹിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതങ്ങനെ കളിച്ച് അതെപ്പോഴും അത് കൊണ്ടു നടക്കും അല്ലേ. അതേപോലെ നിങ്ങളുടെ ഉള്ളിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവണം. ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം. ആ ഒരു ഫീലിങ്സ് അവിടെ ഉണ്ടാവണം. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ എനർജി മാറും, നിങ്ങളുടെ ഫ്രീക്വൻസി മാറും. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. ഇതിന് ക്യാഷ് എവിടുന്ന, നിങ്ങൾക്ക് ചിലപ്പം കാർ മേടിക്കാൻ, അല്ലെങ്കിൽ വീട് വെക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ മേടിക്കാൻ ഇതിന് ക്യാഷ് എവിടുന്ന എന്നുള്ള ചിന്തകളൊന്നും അവിടെ ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യത്തിൽ അങ്ങനത്തെ ചിന്തകളൊന്നും ആവശ്യമില്ല എന്നാ പറയാ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ, നിങ്ങൾക്ക് അത് നേടാനുള്ള കഴിവുണ്ടോ, നിങ്ങൾ അത് എഴുതി വെക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിന്റെ ടൈം ആകുമ്പോൾ, ടൈം എന്ന് പറയുന്നത് നിങ്ങൾ റെഡി ആവുന്ന സമയത്ത്, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യണം. നിങ്ങൾ റെഡി ആവുന്ന സമയത്ത് അത് നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്ക് അപ്പോഴും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് വഴുകിപ്പോകും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇന്ന് എനിക്കിതിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. ഇനി നമ്മൾ വരുമാനത്തിന്റെ ക്യാഷിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫിക്സ് പറയണോ, ഇത്ര വരുമാനം വേണം എന്നുള്ളതല്ല, വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അഫർമേഷൻ കൊടുക്കുക എന്നുള്ളത്? അങ്ങനെ പറയാം. അതായത് എന്റെ സമ്പത്ത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ എഴുതാം. ചില ആളുകൾക്ക് ഇപ്പോൾ നമുക്കൊരു ഫിക്സഡ് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതില്ലല്ലോ, ഇതെങ്ങനെ കിട്ടുക, എന്റെ സാഹചര്യം ഇതാണല്ലോ, അപ്പൊ എങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഇത്ര പൈസ എനിക്ക് കിട്ടുക, അങ്ങനത്തെ ചിന്തകളൊക്കെ ചില ആളുകൾക്ക് വരും. അതായത് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആ ഒരു ചിന്ത അവിടെ നിന്ന് വരും. നിനക്കിത് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് കിട്ടുന്നുള്ളത്, ആ ഒരു ചിന്തകൾ വരും. അപ്പൊ സമ്പത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്
ഓരോ ദിവസവും എൻ്റെ സമ്പത്ത്, അതായത് ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും, കുറച്ചെങ്കിലും ഉണ്ടാവും. ആ ഒരു സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ സമ്പത്തിന്റെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തുണ്ട് ചിലപ്പം സമ്പത്ത് നമ്മളിലേക്ക് വരും, ക്യാഷ് വരും. അത് ചിലപ്പോൾ നമ്മുടെ ക്യാഷ് ആവണമെന്നില്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടും, അല്ലെങ്കിൽ ഗൾഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. അപ്പൊ നമ്മുടെ സമ്പത്ത് തന്നെ, അതായത് നമ്മുടെ ക്യാഷ് ആയിട്ട് തന്നെ വർദ്ധിക്കുന്നതും. അതുകൊണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് മേടിക്കുന്നതൊക്കെ നമ്മളത് കാണണം, വിഷ്വൽ ചെയ്യണം. അതായത് ആ ഒരു ക്യാഷ് നമ്മുടെ സമ്പത്ത് കിട്ടിയിട്ട്, നമ്മൾ സമ്പത്ത് കിട്ടിയിട്ട് എന്തിനാന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലേ? നമുക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയിട്ട് അത് എന്തിനാണ്? അപ്പൊ അതും കൂടെ നമ്മളവിടെ നോക്കണം. അത് കിട്ടിയിട്ട് അത് എന്തൊക്കെ ചെയ്യും, അതുകൊണ്ട് ആ ക്യാഷ് കൊണ്ട് എന്തൊക്കെ ചെയ്യും, ആ ഒരു തോട്ടും കൂടും, അതും കൂടെ വിഷ്വൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും. സാറേ, ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഒരു കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും എങ്ങനെ എഴുതുക ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം? അതായത് ഞാൻ ആഗ്രഹിച്ച കോഴ്സ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞതിന്, അതിൽ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ കഴിഞ്ഞതിന് പ്രപഞ്ചശക്തി നന്ദി, അങ്ങനെ എഴുതാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അഫോർമേഷനും എഴുതാം. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാം, എനിക്ക് നന്നായി പാസ് ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, അവിടെ ആൻസർ കിട്ടും. എനിക്ക് നന്നായി ഓർമ്മശക്തി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് ഓർത്തെടുത്ത് എക്സാം എഴുതാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ആൻസർ അതിൽ നിന്ന് ഉണ്ടാക്കാം. ഇത് ഡെയിലി ചെയ്യണോ? ഡെയിലി ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് ഒരു ആഗ്രഹം എടുത്തിട്ട് അങ്ങനെ എഴുതാം. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി വായിക്കും ചെയ്യാം. ഒരു ഗോൾ എഴുതി വെച്ചിട്ട് അത് വായിക്കും ചെയ്യാം. ഇത് ഉറങ്ങുന്നതിന് മുൻപും അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം അല്ലേ? ശരി. സാറ് അല്ലേ പറഞ്ഞത്? എങ്ങനെ? 6 കാര്യങ്ങളല്ലേ സാറ് പറഞ്ഞത്? അതെ, 6 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ആസ്ക്, ബിലീഫ്, ഫീലിങ്സ്, തോട്ട്, അതുപോലെ ആക്ഷൻ. സാർ, നല്ലൊരു വരുമാനം ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? എന്താണ് ജോബ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജോബില്ല, നമ്മുടെ അടുത്തുള്ള സ്വത്ത് കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം ആക്കണം എന്നല്ല. അപ്പോ എന്താണ്, സ്ഥലമാണോ? അതെ. അപ്പൊ അതില് വേണമെങ്കിൽ നമുക്ക് ബിൽഡിംഗ് വെക്കാം അല്ലേ? അല്ലെങ്കിൽ ആ സ്ഥലം റെന്റിന് കൊടുക്കാം. അപ്പൊ അങ്ങനെ എന്താണ് അതിൽ റോഡിന്റെ കേട്ടില്ല. ആ സ്ഥലം വേറെ കൈമാറ്റം ചെയ്തിട്ട് നല്ല വരുമാനം ആക്കാം. അങ്ങനെ ആക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണോ അതുകൊണ്ട് എങ്ങനെയാണോ ഉപയോഗമുള്ളത് അതിനെ കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. അതുപോലെ അഫർമേഷനും പിന്നെ വിഷ്വലും ചെയ്യാം. സാറേ, നമ്മള് കടയില് കസ്റ്റമറെ കൂടാൻ വേണ്ടിട്ട് എന്താ ചെയ്യുക? അപ്പൊ അത് എഴുതി വെക്കുക. എൻ്റെ കടയിൽ കസ്റ്റമർ കൂടുന്നതിന് ദിവസവും നല്ല വരുമാനം വരുന്നു, നല്ല കച്ചവടം നടക്കുന്നതിന്, നല്ല സെയിൽ ആവുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. ഒരുപാട് കസ്റ്റമേഴ്സ് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന്, ദിവസം വന്നുകൊണ്ടിരിക്കുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതാം. ഇപ്പൊ ഒരു ദിവസം 2 ദിവസം എഴുതിയിട്ട് ചിലപ്പോൾ അതിലൊന്നും സംഭവിക്കില്ല കേട്ടോ. ഡെയിലി നിങ്ങൾ എഴുതുക. ആ ഒരു ചിന്തകൾ വരണം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അതിന് റെഡി ആവുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക. അപ്പൊ സാർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതി വെക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, അഫർമേഷൻ വരുന്നിട്ട് ആരും ഇവിടേക്ക് കാണുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു തോട്ട് വന്നിട്ട് അതവിടെ നിർത്തിപ്പോരുത്. പറഞ്ഞില്ലേ പറഞ്ഞതിലേ ഇവര് പറഞ്ഞതില് അഫർമേഷൻ എങ്ങനെ എഴുതുക? ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ, അഫർമേഷൻ എങ്ങനെ എഴുതുക? അപ്പോ അഫർമേഷൻ അതായത് ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് കിട്ടി, അതായത് എൻ്റെ ഗോള് എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു, ഞാൻ ഹെൽത്തി ആണ്, ഞാൻ സ്ട്രോങ് ആണ്. അപ്പൊ അങ്ങനെ അഫർമേഷൻ എപ്പോഴും ഷോർട്ട് ആയിട്ടായിരിക്കും, ചെറുതായിട്ടായിരിക്കും. മനസ്സിലായോ? വരുമാനം കൂടുന്ന ആ കാര്യത്തിലൊക്കെ നമ്മൾ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും അങ്ങനെ മറ്റേത് അവിടെ ഗ്രാറ്റിറ്റ്യൂഡും കൂടെ അതിന് ഞാൻ നന്ദി പറയുന്നു അല്ലേ? വരുമ്പോൾ അതവിടെ ഗ്രാറ്റിറ്റ്യൂഡായി. ഞാൻ ആഗ്രഹിച്ചതിലേക്ക് വന്നു,
എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞു. ഉം, അതവിടെ ഉം, ഉം. മനസ്സിലായി. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരുപാട് നെഗറ്റീവ് തോട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നതാണ് അഫർമേഷൻ. അതിനെ ആ ഒരു മാറ്റാൻ വേണ്ടിയിട്ട്, ആ ഒരു നെഗറ്റീവ് തോട്ടിനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ്, ടൂളുകളൊക്കെയാണ് ഈ അഫർമേഷൻ. അപ്പൊ നമുക്ക് പറയാം, നമുക്ക് കോൺഫിഡൻസ് കുറവുള്ള സമയത്തൊക്കെ ഞാൻ കോൺഫിഡന്റ് ആണ്, ഒരു 4-5 പ്രാവശ്യം നോക്കിയിട്ട് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു പോകുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവും, നമ്മുടെ എനർജിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലെ. സാറേ ആ 6 പോയിന്റ് കൂടി പറയൂ. ആസ്ക്, ബിലീഫ്, ഫീലിംഗ്, തോട്ട്, ആക്ഷൻ. ഓക്കെ. ആസ്ക്, ബിലീവ്, ഫീലിങ്സ്, തോട്ട്, ആക്ഷൻ. അത് 5 അഞ്ചെണ്ണുള്ളൂ. 5 5 എഴുതിക്കുള്ളൂ. 5. ഓക്കെ, ശരി. ഗുഡ് മോർണിംഗ് സാർ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടേ. ചോദിച്ചോ. മോന്റെ പഠനത്തിൽ അതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതിൽ കൂടുതൽ ഇമ്പ്രൂവ് അങ്ങനെ വരാൻ, അല്ലെങ്കിൽ പഠിക്കണം എന്ന് കൂടുതൽ തോന്നാൻ, അപ്പൊ നമ്മൾ എങ്ങനെയാ അത് ചെയ്യേണ്ടത്? മോനെ നല്ല ഓർമ്മശക്തി, അവന്റെ ഓർമ്മശക്തി നല്ല വർദ്ധിച്ചു വരുന്നതിന്, ഇതേപോലെ അവൻ നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നതിന്. അവിടെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച്, മോനെ കുറിച്ച് പഠിക്കുന്നില്ലല്ലോ, അവൻ എന്താണ് പഠിക്കുന്നത്, പറഞ്ഞേ കേൾക്കാത്ത എന്താണ്, അങ്ങനത്തെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. അവനെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ചിന്തകൾ നിങ്ങൾക്ക് അവിടെ വരാൻ പാടില്ല, മാമിന് അവിടെ വരാൻ പാടില്ല. അപ്പൊ അവിടെ എപ്പോഴും അവൻ ഓരോ ദിവസവും അവൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, അവന്റെ പഠനത്തിലും അവന്റെ കാര്യങ്ങൾക്കെല്ലാം ഓരോ ദിവസം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ആ രീതിയിൽ അഫർമേഷൻ എഴുതിയിട്ട്, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് വിഷ്വലും ചെയ്യാം. രാവിലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇപ്പൊ ആള് EFT ഒക്കെ ചെയ്തല്ലേ, അപ്പൊ ആള് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആളോടും ഇത്തരം കാര്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാണ് റെഡി ആയിക്കോളും. ഈ ഒരു 10 കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെ ഗോളുകളാണ്, ഈ യൂണിവേഴ്സിലേക്ക് അത് പോയിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചിന്തിച്ച സമയത്ത് തന്നെ, നിങ്ങൾ അവിടെ എഴുതി വെച്ച സമയത്ത് തന്നെ നിങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സിനോട്. അപ്പൊ അവിടെ ഇപ്പൊ പെൻഡിങ്ങിലാണ്. അപ്പൊ നിങ്ങൾ അതവിടെ റെഡി ആവണം. നിങ്ങളുടെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തും. അപ്പൊ അവിടെ ഇപ്പോ നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ പെൻഡിങ്ങിലാണ്. അപ്പൊ ആരാണോ അവിടെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് അതങ്ങനെ അവിടെ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും നടക്കുന്നത്, നമുക്ക് നടക്കാതെ വരുന്നത്. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അവിടെ കൂട്ടി പിടിച്ച് കിടക്കുന്നുണ്ടാവും അല്ലേ. കുറേ കാലമായി കുറേ ആഗ്രഹങ്ങൾ പറയുന്നത്. സാർ നമ്മൾ എഴുതുമ്പോ ഒരു കാര്യം ഒരു വട്ടം എഴുതിയാൽ മതിയോ അതോ 5 പ്രാവശ്യം എഴുതണം? എത്ര പ്രാവശ്യം എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ എഴുതുന്നതിന് 1 എഴുതണോ അല്ലെങ്കിൽ 10 പ്രാവശ്യം എഴുതണം, അങ്ങനെ കണക്കൊന്നുമില്ല. എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ പറ്റും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് എഴുതാം, അതിനൊന്നും കുഴപ്പമില്ല. എത്ര എഴുതാം നിങ്ങൾക്ക്, എത്രത്തോളം എഴുതി അത്ര അത് ഏറിപ്പോവില്ല, എത്ര എഴുതാം. ആ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന, ആ ഒരു അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്തകൾ മാറും അല്ലെ. നമുക്ക് എപ്പോഴും പിന്നെ കാണുന്നതും കേൾക്കുന്നതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിന് എന്താ പറയുന്നത്, അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലെ. നമുക്ക് ഒരുപാട് നന്ദി പറയാനുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രത്തോളം എല്ലാ കാര്യങ്ങൾക്കും എന്തൊക്കെ കാര്യങ്ങൾക്ക് നന്ദി പറയാൻ പറ്റുന്നോ അതിനൊക്കെ ദിവസവും നന്ദി പറയും. ഓരോ കാര്യങ്ങളും രാവിലെ എണീറ്റത് മുതൽ ഇന്ന് എനിക്ക് എണീക്കാൻ കഴിഞ്ഞതിന്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ എണീറ്റ് ഇവിടെ വന്ന് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് ഇന്ന് രാവിലെ എണീക്കാൻ പറ്റാതെ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞ ആളുകളുണ്ടാവും അല്ലേ. അപ്പൊ അവിടെ നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം. ചില ആളുകൾ കിടപ്പിലായിരിക്കുന്നവരുണ്ട്, നമ്മളെപ്പോലെ ഇവിടെ വന്ന് എണീറ്റ് ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ കഴിയാതെ, ശരിക്കൊന്ന് ബ്രീത്ത് എടുക്കാൻ പോലും കഴിയാതെ ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളുണ്ട് അല്ലെ. ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി എഴുതാം. എത്രത്തോളം നന്ദി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നോ അത്രയും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ
കൂടുതൽ കൂടുതൽ നന്ദി പറയാനുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ അല്ലേ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സാർ, ഈ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും സ്ഥിരം എഴുതലാണോ നല്ലത്, അല്ല ഒരിക്കൽ സ്ഥിരം വായിക്കലാണോ നല്ലത്? ഓരോ ആളുകൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ രീതിയായിരിക്കും. ചില ആളുകൾക്ക് പറയുന്നത് കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്, ചില ആളുകൾക്ക് എഴുതുന്നത് കൊണ്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ സാറിന് എങ്ങനെയാണോ നോക്കിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എഴുതിയിട്ടാണെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ പറയാം. സാറേ, ഈ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നതേ നമ്മുടെ മനസ്സിന് എപ്പോഴും എനർജി നിലനിർത്താൻ വേണ്ടിയല്ലേ? എന്റെ ബേസിക് അതെ അതെ അതെ, അതാണല്ലോ ബേസ് അല്ലേ? നമ്മൾ ഈ അഫർമേഷൻ ഒക്കെ പറയുമ്പോൾ നമുക്കൊരു എനർജി അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്ട്രോങ് ആണ് എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ എനർജറ്റിക് ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു എനർജി കയറില്ലേ? അപ്പൊ നമ്മുടെ ഈ അഫർമേഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും നമ്മളെ കുറിച്ച് തന്നെ. നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൂളുകളാണ് ഈ അഫർമേഷനൊക്കെ. ബേസ് എനർജി ആയിട്ടിരിക്കുന്നുള്ള മനസ്സല്ലേ? നമ്മളെപ്പോഴും ഈ ഒരു യൂണിവേഴ്സിനായിട്ട് അലൈൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, അതിന് ചേർന്നിരിക്കും. സാർ ഞാൻ ഒന്ന് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എനിക്കൊരു വർക്ക് ഉണ്ട്, ഞാൻ തയ്യലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്, ഇപ്പൊ കടയൊക്കെ ഒഴിവാക്കി വീട്ടിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ ഇവര് കൃത്യമായിട്ട് അത് വന്ന് വാങ്ങിക്കൊണ്ടുപോകും. കാശ് തരാൻ നേരത്തെ ഇവര് മാസങ്ങൾ കഴിഞ്ഞിട്ടും തരാതെ കൊഴിഞ്ഞു മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ വിഷമം വരാതിരിക്കാൻ എന്ത് ചെയ്യും? ചോദിച്ചാൽ ചിലപ്പോ തരട്ടോ എന്ന് പറയും. അപ്പൊ തന്നെ ആ വിഷമം എന്തിലേക്ക് വരുമ്പോ എനിക്ക് എന്തൊക്കെയോ ഒരു തകരാറ് വരുന്നത്. പൈസ കിട്ടാതാകുമ്പോ കാശ് കുറച്ചേ ഞാൻ ചോദിക്കണുള്ളൂ, എന്നാലും അത് മാമിനെ ആ ഒരു വിഷമല്ല അവിടെ, ആ ഒരു വിഷമം വരാം. ആ വിഷമം ഒഴിവാക്കുക. അതായത് നമ്മൾ ചിന്തകൾ ഇന്ന് മുതൽ മാറ്റുക. അതായത് ഇപ്പൊ പറയുന്നുണ്ട്, ഒരു പാറ്റേൺ ആയിട്ട് മാറിയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന തയ്യലിന് വരുന്ന എല്ലാവരും ഇത് അടിച്ചിട്ട് തയ്യൽ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ക്യാഷ് തരുന്നില്ല. അങ്ങനെ ഒരു പാറ്റേൺ ആയി മാറും. ഇപ്പൊ വരുന്ന എല്ലാവരും, ഇപ്പൊ മാം അങ്ങനെയാണ് അട്രാക്ട് ചെയ്തെടുക്കുന്നത്. അത്ര എല്ലാവരും നല്ല ഇതുണ്ട്. ഒരു 3-4 ആൾക്കാർ ഇതേ പടി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവരോട് വേണമെങ്കിൽ ക്യാഷ് ചോദിക്കും, ഓപ്പൺ ആയിട്ട് പറയാം. ചില ആളുകളോട് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ തന്നെ നോക്കിയിരിക്കാൻ പറ്റില്ല. പറയേണ്ട കാര്യങ്ങൾ ചില ആളുകളോട് നമ്മൾ തുറന്ന് പറയേണ്ടി വരും. ഞാൻ ഇത് പണിയെടുത്തിട്ടാണ് എന്നുള്ള ഒരാളോട് ഞാൻ പറഞ്ഞു, ഹസ്ബൻഡും എന്നോട് പറഞ്ഞ ഹസ്ബൻഡും ഞാൻ പറയും, അല്ലെ നമുക്ക് ജയിക്കണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഇങ്ങള് ക്ഷമിക്കുക, നമുക്ക് ഒരു തിരക്ക് ഒരവസ്ഥ അതായിട്ടായിരിക്കും എന്നൊക്കെ പറയും. നല്ല സംഖ്യ, യൂണിഫോം ഒക്കെ 2 സെറ്റൊക്കെ തയ്ച്ചാല് നമുക്ക് 1000 റുപ്യ എന്തായാലും കിട്ടൂലേ? അപ്പൊ അത് ചോദിച്ചതിന് അവര് തരുന്നില്ല. അവരെ കാര്യം സാധിച്ചവരങ്ങ് പോവുക. അതന്നെ. അപ്പൊ നമുക്ക് എന്തൊരു വിഷമമുണ്ട്. ആ വിഷമം ഉള്ളിലേക്ക് വരുമ്പോ ഞാൻ തകർന്ന് എന്തോ ഒരു ഇതായി പോവാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിലും ലോ ഓഫ് അട്രാക്ഷൻ നോക്കിയിരിക്കരുത്. ചില കാര്യങ്ങൾക്ക് നമുക്ക് നോ പറയാൻ അറിയണം, ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മേടിക്കണം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ അവിടെ നിങ്ങളെ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഒരു എനിക്ക് കിട്ടുന്നില്ല, അത് ഒഴിവാക്കുക. എന്നിട്ട് അവരോട് പറയാം, എനിക്ക് അവർ കൊണ്ടുവരുന്ന സമയത്ത് വേണമെങ്കിൽ പറയാം, എനിക്ക് തിരക്കാണ്, ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അവർ ഒഴിവാക്കും ചെയ്യാലോ. ഒഴിവാക്കല്ലേ? അത് ഇതൊരു വിഷമത്തോടെ പിന്നെ അത് മേടിച്ച് വെച്ച് അത്രയും പണിയെടുത്തിട്ട് വീണ്ടും ആ വിഷമം അങ്ങനെ കൂടി വരില്ലേ, അതൊന്നും കുറയുന്നില്ലല്ലോ. ഓരോ ദിവസം അങ്ങനെ 2-3 കൂടുന്നത് കുട്ടികൾ എന്റെ കൂടെ ഉണ്ട് വിഷമിപ്പിക്കാനായിട്ട്. പക്ഷെ അവരോട് തീർത്ത് പറയാൻ എന്റെ വാക്ക് നാവ് പൊന്തൂല. അതാണ്. അവരോട് ഈ ദിവസം ഓരോ ദിവസം അവരോടുള്ള ദേഷ്യം കൂടുന്നില്ലേ? അവരോട് ഉണ്ട്. വിഷമാകുക, അവരെ നോക്കാൻ തോന്നണില്ല, അവരോടുള്ള ഇഷ്ടം കുറഞ്ഞു വരിക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആ ബന്ധങ്ങൾ ഇല്ലാതാവില്ല. അപ്പൊ അവരോട് ഓപ്പൺ ആയിട്ട് ചില കാര്യങ്ങൾ പറയാം. അതായത് എനിക്ക് തിരക്ക്, ഇങ്ങനെ പറയാം, ലോ ഓഫ് അട്രാക്ഷൻ ഇല്ലാന്ന് പറയരുത്. അതായത് എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയരുത്. അതെനിക്ക് എന്റെ വീട്ടിൽ വേണ്ട, അല്ലെ മിഷൻ കേടാണെന്നൊക്കെ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു കാക്കനോട്. പക്ഷെ അതൊന്നും പറയാൻ എനിക്ക് തോന്നണില്ല.
ഏതാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നത്. ഇങ്ങനെ പറയാം, എനിക്ക് ഇന്ന് തിരക്കാണ്, എനിക്ക് കുറച്ച് കൂടുതൽ അടിച്ചു കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ തയ്ച്ചു കൊടുക്കാനുണ്ട്, അപ്പൊ അത് ഈ ഒരു ഡേറ്റിന് കൊടുക്കാനുള്ളതാണ്, അത് പറയാം. എന്നിട്ട് അവരെ വേണമെങ്കിൽ ഒഴിവാക്കാം. ഇത് മേടിച്ച് വെച്ചിട്ട് വീണ്ടും അവരോടുള്ള ഒരു ബന്ധം കൂടുതൽ വഷളാകുകയും ചെയ്യും. അവരോടുള്ള ദേഷ്യം കൂടും, വെറുപ്പ് കൂടും, ഈ സങ്കടം കൂടും. അപ്പൊ അത് നിങ്ങളത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ്, പറയാതെ വന്ന് ഇവിടെ വെച്ചിട്ടത് പോകും. അങ്ങനാണ്. മാം അപ്പൊ അത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് അത് വീണ്ടും അതെ, വീണ്ടും അവർക്ക് വരുന്നത്. മാമിന് ദേഷ്യമില്ല എന്നുള്ളൊരു കണക്കൂട്ടലാണ് അവർക്ക്. എന്ത് ചെയ്തു തരും എന്നുള്ള ഒരിതാണ്. എന്താ വെച്ചാല് അങ്ങനെയുള്ള ഒരു വിശ്വാസമായി പോയി. അതുകൊണ്ട് ഒന്നും പറയാനും വയ്യ, അങ്ങനെയുള്ളൊരിത്. അപ്പൊ അവിടെ എങ്ങനെ എഴുതാം? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. അതായത് ഞാൻ തയ്ച്ചു കൊടുക്കുന്നത്, ഞാൻ എൻ്റെ ആ ഒരു ഇത്ര ക്യാഷ് ഉണ്ടാവില്ല, അതെനിക്ക് കിട്ടുന്നതിന് നന്ദി, അല്ലെങ്കിൽ അതെനിക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്, അങ്ങനെ എഴുതി നിങ്ങൾ മാമിന്റെ എനർജി ചെയ്യാൻ. ഓക്കെ. അത്തരം ആളുകളാണ് നമ്മളിലേക്ക് വരുള്ളൂ. ഈ അവര് നസ്രീൻ, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന, മാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് അവരെ അട്രാക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മൾ എനർജി മാറിക്കഴിഞ്ഞാൽ അത്തരം ആളുകൾ, നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് വരില്ല. കാരണം നമ്മുടെ എനർജി അവരുടെ എനർജിയും ആ ഒരു ഫ്രീക്വൻസി മാച്ച് ആവില്ല. അപ്പൊ അവര് നമ്മളിൽ വിട്ടു പോകും. അല്ലെങ്കിൽ കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പറ്റില്ല. ഓക്കെ. ഓക്കെ, ഒരുപാട് ഐഡിയകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോ എന്താ വല്ലാത്തൊരിതാണ് ഇപ്പൊ. ഹലോ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. EFT ചെയ്യാൻ എത്ര ഫീസ്? EFT ചെയ്യാൻ ഓക്കെ, നമ്മുടെ EFT വരുന്നത് ഈ 26-നാണ്, കാലിക്കറ്റ് വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ഫീ വരുന്നത്, അത് ഒരു 1 ഡേ നമുക്ക് ഓഫ്ലൈൻ പ്രോഗ്രാമാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ. പിന്നീടുള്ള 6 ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈൻ ആയിട്ടുമുണ്ട്. പിന്നീടുള്ള 28 മദ്രസ ഓഫ്ലൈൻ എന്ന് പറയുമ്പോ ഇവിടെ ഇത് ഒരു ദിവസം മാത്രം ഓഫ്ലൈൻ ആണ്. കാലിക്കറ്റ് ഓഫ്ലൈൻ എവിടെയാണിത്? കേട്ടില്ല. കാലിക്കറ്റ്. ഓഫ്ലൈൻ വരുന്നത് എവിടെ? കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ്. കാലിക്കറ്റ് ആണോ? അപ്പൊ അതിന്റെ ഫീ വരുന്നത്, അത് ഓഫ്ലൈൻ നിർബന്ധമായിട്ടും പങ്കെടുക്കണോ? പങ്കെടുക്കണം. അതായത് നമുക്ക് ആ ഒരു അന്നത്തെ ക്ലാസ് അവിടെ മിസ്സായി പോവില്ലേ? ഞാൻ കാസർഗോഡാണ്, അപ്പൊ ഒറ്റക്കേ ഉള്ളൂ, അപ്പൊ ബുദ്ധിമുട്ടാണ് വരെ. ആരെങ്കിലും കൂട്ടി വരാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ നോക്കാം. പിന്നെ അതിന്റെ റെക്കോർഡിംഗ് നമുക്ക് ഉണ്ടാവില്ല. നമുക്കിനി ഓൺലൈൻ 2 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഫീസ് എത്ര പറഞ്ഞിട്ടില്ല. 12,600 വരുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യാം. നസ്രീന്റെ നമ്പർ ഒന്ന് വേണം കേട്ടോ. കേട്ടില്ല. ഓ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? സാറേ, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കറക്റ്റ് പറയുന്നത് ക്ലിയർ അല്ല, സൗണ്ട് ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട്. ഒന്ന് വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് പറയോ? കറക്റ്റ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സംശയങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ തീർത്ത് തന്നു സാർ. അതിന് സാറിനോട് താങ്ക് യു സാർ. താങ്ക് യു. നല്ലൊരു അറിവ് പറഞ്ഞു തന്നതിന് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. താങ്ക് യു. താങ്ക് യു. ഹലോ സാർ, പറഞ്ഞോളൂ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. പിന്നെ ഞാൻ EFT കഴിഞ്ഞതാണ്. ഇപ്പൊ ലൈവായിട്ട് നമുക്ക് ചെയ്താൽ കൊള്ളാണ്ട്. അപ്പൊ ലൈവ് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? സാറിന്റെ ഇതിൽ തന്നെ കഴിഞ്ഞതാണ് EFT. അപ്പൊ ലൈവ് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു. അത് സാറിന്റെ ഇതിൽ കഴിഞ്ഞതാ. നമുക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് കേട്ടോ. എന്റെ നമ്പർ ഉണ്ടല്ലോ, അതിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാ കയറി, അതിന്റെ റെക്കോർഡ് ഒന്ന് സെൻഡ് ചെയ്യാം. ഗ്രൂപ്പിൽ അയക്കാം. ഹലോ, ഓക്കെ, പറഞ്ഞോളൂ. നസ്രീന്റെ നമ്പർ ഒന്ന് ചോദിക്കാനായിരുന്നു. നസ്രീൻ ഒന്ന് ഇതിൽ അടിയിൽ പറഞ്ഞു എഴുതി വിട്. ജമീല മാം ആണല്ലേ?
അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വന്ന് ഇത്ര നേരം ഇരുന്ന എല്ലാവർക്കും നന്ദി പറയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. Thank you so much. Okay.